ഹായ്, ഒരു കടായിൽ 2 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് ചൂടാവട്ടെ. ഫ്ലെയിം ലോവിൽ ഇരുന്നാൽ മതി, ബട്ടർ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് രണ്ടും കൂടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടട്ടെ, അതിനുശേഷം ബാക്കി ചേർക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 3 വറ്റൽമുളക് കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറന്ന് വരട്ടെ. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് കണ്ണാടി പരുവായാൽ മതി. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്താണോ നമുക്കിഷ്ടം അത്. ഞാൻ കുറച്ച് കുക്കുംബറും ക്യാരറ്റും പച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ ആംചൂർ പൗഡർ ചേർക്കാം, അതും നല്ലതായിരിക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. അത് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ളത് അവരവർക്ക് വേണ്ടത് ചേർക്കാം കേട്ടോ. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ താരം. ഗ്രീൻ പീസ് തലേദിവസം രാത്രി കുതിർത്ത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു മിക്സ് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ. വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു മിക്സ് കൊടുക്കാം. കഴിഞ്ഞു. നമ്മുടെ പട്ടാണി സുണ്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇന്നത്തേക്ക് 4 മണി പലഹാരമായിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കോഫിയാണ് കൊടുക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇതൊന്ന് നോക്കുക, എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക. ഇതേപോലെ ഈസി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.